പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണതായി മറ്റ് വിദ്യാർത്ഥികൾ തന്നെ വിളിച്ചറിയിച്ചത് ഉച്ചതിരിഞ്ഞ് 4:45 സമയത്താണെന്ന് ക്ലാസ് ടീച്ചർ സബിത ഖാൻ പറയുന്നു. അന്ന് വെള്ളിയാഴ്ച ഇവിടുന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോയത്. എനിക്കൊരു കോൾ വരുന്നത് 4:45 ആയപ്പോഴാണ് കുട്ടികൾ വിളിക്കുന്നത്, അമ്മു ചാടി വേണമെന്നും പറഞ്ഞോണ്ട്. പത്തനംതിട്ട SP ഓഫീസിന് സമീപത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും കേവലം 3 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് അമ്മുവിനെ എത്തിച്ചത് വൈകിട്ട് 5:30 ശേഷമെന്ന് കാഷ്വാലിറ്റിയിൽ ആ സമയമുണ്ടായിരുന്ന പത്തനംതിട്ട പ്രമാടം സ്വദേശി സരിൻ വ്യക്തമാക്കിയിരുന്നു. ഞാൻ എന്റെ അനിയനെയും കൊണ്ട് ഞാൻ സുഖമില്ലാതെ പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റൽ അധ്യാപക കാഷ്വാലിറ്റിയിൽ ഞാൻ അവിടെ 5:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനിയനെയും കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ 6 മണിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ മാനേജ്മെന്റ് എല്ലാം ചേർന്നാണ് കൊണ്ടുവരുന്നത്. ഇത് കണ്ടിട്ട് നമുക്കും ഒരു വല്ലാത്തൊരു പ്രയാസം, കാരണം ഇത്രയും സമയം വേസ്റ്റാക്കി കളയാതെ അതിനെ എത്രയും പെട്ടെന്ന് അച്ഛൻ വരാനോ അമ്മ വരാനോ വീട്ടുകാർ വരാനോ നോക്കിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു ഇവിടെ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള ഒരു ഇത് ആ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം ആണ് എനിക്കിവിടെ പറയാനുള്ളത്. ഉച്ചതിരിഞ്ഞ് 4:30ക്കും 4:45 ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ അമ്മുവിനെ രാത്രി 7:45 മാത്രമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? ഹോസ്റ്റലിൽ നിന്നും 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അമ്മുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കാമെന്നിരിക്കെ 1 മണിക്കൂർ സമയം എടുത്തത് എങ്ങനെയാണ്? രാത്രി 7:45 വരെ വിദഗ്ധ ചികിത്സ നൽകാതെ അമ്മുവിനെ എന്തിനാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിയിൽ കിടത്തിയത്? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഒട്ടനവധി. അമ്മുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് പ്രതിരോധം മറികടന്ന് SFI പ്രവർത്തകർ കോളേജിനുള്ളിലേക്ക് പ്രവേശിച്ചു. കുട്ടി പലതവണയായി ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. നിരന്തരമായ ഹറാസ്മെന്റിന് ഞാൻ ഇരയാകുന്നു എന്ന് പറയുന്നു. ഒരു ക്യാമ്പസിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് സ്വൈര്യവിഹാരത്തോട് പഠിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഈ കലാലയം ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ കോപ്പെല്ലാം കൂടെ കത്തിക്കുക തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഞങ്ങൾ അധികമായി ഒന്നും പറയുന്നില്ല. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്ന് അമ്മുവിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.